ദൈവത്തിന്റെ കാരുണ്യം നമ്മളിൽ വെളിപ്പെടാൻ തുടങ്ങുമ്പോഴാണ് പിശാച് അക്രമാസക്തനാകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് അനേകരെ ഉപസാരിക്കാനോ പാപമേറ്റു പറയാനോ അനുദപിക്കാനോ പിശാച് സമ്മതിക്കാത്തത്. കാരണം എന്താ? അവന്റെ മേൽ ദൈവത്തിന്റെ വലിയ കാരുണ്യം വെളിപ്പെടും. നമുക്കറിയില്ലല്ലോ, ആർക്കറിയാം? പിശാചിന് വിശ്വാസമില്ലായ്മ, ഹിംസാത്മകമായ വിദ്വേഷം, യേശുവിനെതിരെ സംഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. കാരണം കാരുണ്യം വെളിപ്പെടാൻ പോയ യേശുവിനോട് എങ്ങനെയെങ്കിലും ഈ കുരിശുമരണത്തിൽ നിന്നും ഈ കാൽവരി യാഗത്തിൽ നിന്നും എവിടെയാണോ ദൈവത്തിന്റെ ഏറ്റവും ഉന്നതമായ കാരുണ്യം വെളിപ്പെട്ട് അവിടെ കൃപ വെളിപ്പെടുമെന്ന് മനസ്സിലായപ്പോ പിശാച് ആ ദൈവകാരുണ്യം വെളിപ്പെടുന്ന അനുഭവത്തെ തകർക്കാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുക. അതിലൊരു വിഷയമാണ് വിശ്വാസക്കുറവ്, ഹിംസാത്മകമായ കൊല്ലാനുള്ള വിദ്വേഷം. അല്ലേ? അവരെ ക്രൂശിക്കുന്നവരാണ് ആ സമയത്ത് അരങ്ങേറിയത്. നേതാക്കന്മാരും ജനവും നടത്തിയ തള്ളിപ്പറച്ചില്, പരിഹാസം, പീലാത്തോസിന്റെ ഭീരുത്വം, പട്ടാളക്കാരുടെ ക്രൂരത, യേശുവിന് സഹിച്ച യൂദാസിന്റെ കയ്പ് നിറഞ്ഞ ഒറ്റിക്കൊടുക്കൽ, പത്രോസിന്റെ തള്ളിപ്പറയൽ, ശിഷ്യന്മാരുടെ പ്രയാണം എന്നിവ. എന്നാലും ഇതെല്ലാം സംഭവിച്ച കാര്യങ്ങളാണ്. എപ്പോ? കാരുണ്യം വെളിപ്പെടുന്നതിന് മുമ്പ് യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ അനുഭവങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടാൻ പോകുന്നതെന്ന് മനസ്സിലാകുമ്പോ സംഭവിക്കും. അതാണ് അറിയേണ്ടത്. എന്ത്? ഹിംസാത്മകമായ വിദ്വേഷം, നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുള്ളവർ നിന്റെ ചുറ്റുപാടും ഉദയം ചെയ്യും, ഉയർത്തെഴുന്നേറ്റ് വരും. നേതാക്കന്മാരും ജനവും നടത്തിയ നിന്റെ ചുറ്റുമുള്ളവർ നിന്നെ തള്ളി പറയാൻ തുടങ്ങും, പരിഹസിക്കാൻ തുടങ്ങും, കളിയാക്കാൻ തുടങ്ങും. നിന്നെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവൻ ഭയപ്പെട്ട് മാറി നിൽക്കാൻ തുടങ്ങും. പീലാത്തോസിന്റെ ഭീരുത്വം, പട്ടാളക്കാരുടെ ക്രൂരമായ വർദ്ധനകൾക്കും അതിക്രൂരമായ പീഡനങ്ങൾക്കും നിന്റെ ജീവിതം കടന്നു പോകേണ്ടി വരും. യേശു സഹിക്കേണ്ടി വന്ന യൂദാസിന്റെ കയ്പ് നിറഞ്ഞ ഒറ്റുകൊടുക്കൽ നിന്നെ ഇതുപോലെ ഒറ്റുകൊടുക്കുന്നവരുണ്ടാകും. പത്രോസിന്റെ തള്ളിപ്പറയൽ, കൂടെ നടന്നവൻ തള്ളിപ്പറയാൻ തുടങ്ങും, ഒറ്റുകൊടുക്കാൻ തുടങ്ങും, കയ്പേറിയ അനുഭവങ്ങൾ സമ്മാനിക്കാൻ തുടങ്ങും. ശിഷ്യന്മാരുടെ പ്രയാണം എല്ലാവരും ഉപേക്ഷിക്കും, ഒറ്റപ്പെടും. എന്നാലും അതായത് ഈ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോകേണ്ടി വരുമെന്നാണ് യേശുവിന്റെ ജീവിതം നമുക്ക് കാണിച്ചത്. യേശുവിന്റെ ജീവിതം കാണിച്ചിരുന്ന സന്ദേശം ഈ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോകേണ്ടി. എന്ത്? ഒരാത്മാവ് തന്റെ ആത്മാവിനെ ദൈവത്തിന്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോ അവന്റെ ആത്മാവിന്റെ മേൽ പിശാച് ഒരുക്കുന്ന അവന്റെ ആക്രമണ രീതികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, എന്നാലും നമുക്ക് ആശ്വാസം തരുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്. എന്നാലും അന്ധകാരത്തിന്റെയും ഈ ലോകത്തിന്റെ അധിപതിയുടെയും ആ മണിക്കൂറിൽ തന്നെ ക്രിസ്തുവിന്റെ ബലി നിഗൂഢമായി നമ്മുടെ പാപപൂർത്തിയുടെ നിലയ്ക്കാത്ത പ്രവാഹത്തിന്റെ സ്രോതസ്സായിത്തീർന്നു. അതായത് പിശാച് തന്റെ സകല പ്രവൃത്തികൾ കൊണ്ട് യേശുവിനെ നശിപ്പിക്കാനുള്ള സകല കലാപരിപാടികൾ നടത്തി. എന്നാലും പിശാചിന്റെ ആ മണിക്കൂറിൽ അവർ അനേക ശത്രുതയിലൂടെ യേശുവിനെ നശിപ്പിച്ചു, കാൽവരിയുടെ നെറുകയിൽ കൊന്നു പറയാം. എന്നാൽ അന്ധകാരത്തിന്റെയും ഈ ലോകത്തിന്റെയും അധിപതിയുടെ ആ മണിക്കൂറിൽ അവൻ വിചാരിച്ചു അവൻ വിജയം വരിച്ച മണിക്കൂറാണെന്ന്. ആ മണിക്കൂറിൽ തന്നെ ക്രിസ്തുവിന്റെ ബലിയുണ്ടല്ലോ, ആ യേശുവിന്റെ ബലിയുണ്ടല്ലോ, നിഗൂഢമായി നമ്മുടെ പാപപൂർത്തിയുടെ നിലയ്ക്കാത്ത പ്രവാഹത്തിന്റെ സ്രോതസ്സായിരുന്നു. ആ ബലി തന്നെ നമ്മുടെ പാപപൂർത്തിയുടെ സ്രോതസ്, അതായത് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ സ്രോതസ്സായിട്ട് മാറിയത്. അതിന്റെ കാരുണ്യത്തിന്റെ നിലയ്ക്കാത്ത സ്രോതസ് എന്ന് പറയുന്നത് മക്കളെ വിശുദ്ധ കുർബാനയാണ്, കാൽവരിയിലെ ബലിയാണ്. കാൽവരി യാഗമാണ് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ നിലയ്ക്കാത്ത, ഒരിക്കലും നിലയ്ക്കാത്ത സ്രോതസ്